അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഴക്കാലം വരാൻ തുടങ്ങുമ്പോഴേക്കും ഓരോ വാർത്തകൾ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ സഹോദരങ്ങളൊക്കെ ഗൗരവത്തോട് നോക്കൂ. ഈ അടുത്ത് കേട്ട, കാസർഗോഡ് നിന്ന് കേട്ട വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ്. അൻവർ എന്ന് പറയുന്ന 11 വർഷം മാത്രം പ്രായമുള്ള, അഫാസ് എന്ന് പറയുന്ന 19 വർഷം മാത്രം പ്രായമുള്ള 2 പൊന്നു മക്കളാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ സഹിക്കുക? എങ്ങനെ താങ്ങാൻ പറ്റാത്ത, സ്വന്തം കൈകൊണ്ട് സ്വന്തം മക്കളുടെ കഫം പുടവയിൽ പൊതിഞ്ഞ് ദഫൻ ചെയ്യുന്നൊരവസ്ഥ, സ്വന്തം പ്രിയപ്പെട്ട മക്കളിലേക്ക് മണ്ണ് വാരി വലിച്ചെറിഞ്ഞു വരുന്ന ഒരവസ്ഥ, ഒരിക്കലും ഈ പരീക്ഷണങ്ങൾ താങ്ങാൻ പറ്റാത്തതാണ്. മഴക്കാലം വരാൻ തുടങ്ങുമ്പോഴേക്കും ഒരുപാട്, ഇനി സ്കൂൾ തുറക്കാനായി, മദ്രസയിൽ വരുന്ന മക്കളൊക്കെ അടുത്തൊക്കെ സ്കൂൾ മദ്രസയൊക്കെ ആണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ കൂടെ പോവുക. കാരണം അവർക്കറിയില്ലല്ലോ, അവർക്ക് ഈ ആഫത്തിനെ കുറിച്ച്, അപകടത്തെക്കുറിച്ചൊന്നും അവർക്ക് ബോധമില്ല. അവർ പിഞ്ചു മക്കളാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലല്ലാതെ ഈ പൊന്നുമക്കൾ കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴാണ് ഈ ഒരു അപകടം. കാസർഗോഡ് മാനിക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നാം കേട്ട വാർത്ത എത്ര വേദനിപ്പിക്കുന്ന വാർത്തയാണ്. എങ്ങനെ ഒരു മാതാപിതാക്കൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റും? നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ. നമ്മുടെ പൊന്നുമക്കൾ അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യം, ദീർഘായുസ്സ് അള്ളാഹു നൽകട്ടെ. ഒരിടത്തും നമ്മുടെ പൊന്നുമക്കൾക്ക് അള്ളാഹു പ്രയാസം നൽകാതിരിക്കട്ടെ. നാളെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ മാടി വിളിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ ആ ഇരു മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പൊന്നുമകനാണ് ഈ ആഫാസ് എന്ന് പറയുന്ന 19 വർഷം. അതുപോലെ ഹൈദർ എന്ന് പറയുന്ന അയാളുടെ 11 വർഷം പ്രായമുള്ള അൻവർ എന്ന് പറയുന്ന പൊന്നുമകൻ. കാസർഗോഡിൽ നിന്ന് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടലോട് കൂടിയാണ്. എത്ര ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുണ്ടാകുന്ന വേദന, ആ നമുക്ക് തന്നെ വേദന ഇങ്ങനെയാകുന്നുണ്ടെങ്കിൽ ആ സ്വന്തം മാതാപിതാക്കളുടെ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നാം ആ മാതാപിതാക്കൾക്ക്, അവർക്ക് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു സമ്മാനമാണ്. നമുക്ക് മരണപ്പെട്ട് ഇങ്ങനെ ദുഃഖിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു സമ്മാനമാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന്, അവരുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി. അള്ളാഹുവെ, ആ പൊന്നുമക്കൾക്ക് അള്ളാഹുവിന് സ്വർഗം നൽകണേ റഹ്മാനെ. ആ കുടുംബത്തിനും ആ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാനുള്ള ശേഷി നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെക്കുറിച്ച് നാം ശ്രദ്ധ വേണം. നമ്മുടെ പൊന്നുമക്കളൊക്കെ മദ്രസ വിട്ട് വരുന്ന സമയത്തൊക്കെ റോഡ് മുറിച്ച് കിടക്കുന്ന ചില മദ്രസകളൊക്കെ ഉണ്ടാവും. സ്കൂളിൽ പോകുമ്പോഴും റോഡ് മുറിച്ച് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സന്ദർഭത്തിലെല്ലാം അൽഹംദുലില്ലാഹ് ചില മദ്രസയിലൊക്കെ നോക്കുമ്പോൾ നമ്മിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ട്. കാരണം മദ്രസയുടെ ഉസ്താദന്മാർ ആ പൊന്നുമക്കളുടെ കയ്യും പിടിച്ച് റോഡ് മുറിച്ച് കടത്തുന്ന ആ ഒരു രംഗം കാണുമ്പോൾ, അവർ സ്വന്തം മക്കളെപ്പോലെ വളരെ ജാഗ്രതയോട് ആ പൊന്നുമക്കളെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ്. കാരണം അത്തരത്തിലുള്ള മക്കളൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നാം വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. മദ്രസ വിടുന്ന സമയം, സ്കൂൾ വിടുന്ന സമയത്തും വളരെ ജാഗ്രത. എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹുവെ, അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ പൊന്നുമക്കളെക്കുറിച്ച് ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകണം. മരണം അള്ളാഹു വിധിച്ചതാണ്. കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത് മാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരു മനുഷ്യൻ എവിടെ മരിക്കും, എങ്ങനെ മരിക്കും ഒന്നും പറയാൻ പറ്റൂല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ് അത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോയാൽ നമുക്കുണ്ടാകുന്ന വേദന അല്ലേ, പിന്നെ നമുക്കതൊന്നും എപ്പോഴും അത് ഒരു ഓർമ്മയായിരിക്കും. ഞാൻ പിന്നെ ജീവിച്ചിട്ടും ഒരു മയ്യത്ത് പോലെ ആയിരിക്കും, ജീവനില്ലാത്ത ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലാകാതിരിക്കാൻ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ മാതാപിതാക്കളെ, അതുപോലെ മുതിർന്നവരൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളൊക്കെ. ഈ അടുത്ത് എത്ര മക്കളാണ് ഈ നായയുടെ ശല്യം കൊണ്ട് മരണപ്പെട്ടു പോയത്? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ ഇരു മക്കൾക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ പൊന്നു മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ആരോഗ്യം അള്ളാഹു നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ. അല്ല, വരുന്നു ഉയർന്ന്
ഞാൻ മരിച്ചാൽ നമുക്കൊന്ന് ഫാത്തിഹ ഓതാൻ, നമുക്കൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് പൊന്നുമക്കളെ നാം പോറ്റി വളർത്തുന്നത്. ആ പൊന്നുമക്കൾ ഒരു യാദൃശികമായി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാൽ ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തണം. ഒരുപാട് മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണം കൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ അശ്രദ്ധ കാരണം കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നാം അതിൻ്റെ ഉത്തരവാദിയാവും. കുല്ലുക്കും റായ് വ കുല്ലുക്കും മസ്ഊൽ അൻ റഅയ്ത. നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചോദിക്കും. നാം ഒരു റോഡിൽ സഞ്ചരിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട നിയമങ്ങൾ നാം പാലിക്കണം. അതുപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വമുണ്ട്. അതൊക്കെ നാം കൃത്യമായി നിർവഹിക്കാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്തൊക്കെ നാം വളരെ ഗൗരവത്തോടു കൂടി എൻ്റെ സ്കൂൾ മദ്രസയ്ക്ക് തുറക്കുമ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ കൃത്യമായ ഒരു സ്കൂളിലെത്തിയോ വന്നോ ഇല്ലേ എന്നതിനെക്കുറിച്ചൊക്കെ നാം കൃത്യമായി, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു നോട്ടം നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരുപാട് അപകടത്തിലേക്ക് ചെന്നെത്തി അവസാനം എത്രയോ മാതാപിതാക്കൾ ഇന്ന് കണ്ണീരിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പൊന്നുമകനായ അൻവർ അതുപോലെ അഫാസ് 2 മക്കൾക്കും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കൾ സ്വർഗത്തിൽ മാടി വിളിക്കുന്ന പൊന്നുമക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും ഇരുലോകത്ത് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.